ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ നന്ദുവിനോട് ചോദിക്കണം, എന്താ നന്ദു എന്നെ വിളിച്ചത്, എന്ത് കാര്യം പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ നവീനേട്ടൻ എനിക്ക് അങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ. നവീനേട്ടൻ ഇപ്പം ഞങ്ങൾ 2 കേസിൽ നിന്നല്ല രക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ നയനേച്ചിയെ അതിവിദഗ്ധമായിട്ട് തന്നെ നവീനേട്ടൻ രക്ഷപ്പെടുത്തിയില്ലേ. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതെൻ്റെ ഒരു കടമയല്ലേ. എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ് ഞാൻ നയനേച്ചിയും കാണുന്നത്. അപ്പോൾ പിന്നെ അവരൊരു കേസിൽ പെടുമ്പോഴേക്കും എനിക്ക് അവരെ രക്ഷിക്കേണ്ട കടമയുണ്ടല്ലോ നന്ദു. അതിനെന്തിനാ ഇപ്പം നന്ദു കാണണമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ നവീനേട്ടൻ ഒരു ഫീസ് പോലും മേടിച്ചില്ല. പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് പോലും നവീനേട്ടൻ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പം നവീനേട്ടൻ എന്തെങ്കിലും തരണ്ടേ? ഓ അത് ശരി, ഫീസ് മേടിക്കാത്തത് കൊണ്ട് എനിക്ക് പാരിതോഷികം തരാൻ വേണ്ടി വന്നതാണല്ലേ. അയ്യോ നവീനേട്ടാ, അങ്ങനെയൊന്നുമല്ല. നവീനേട്ടൻ ഇത് പിടിച്ചേ എന്ന് പറഞ്ഞിട്ടൊരു കവർ കൊടുക്കുകയാണ്. ഇത് എന്താ നന്ദു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യോ നവീനേട്ടൻ മേടിച്ചതുപോലെ സ്വർണ്ണമൊന്നുമല്ല, 2 ജോഡി ഡ്രസ്സാണ്, അത്രയേ ഉള്ളൂ നവീനേട്ടാ എന്നിങ്ങനെ പറയുക. ഓ അത് ശരി, അപ്പോൾ ഞാൻ സ്വർണം മേടിച്ചു തന്നത് കൊണ്ടാണ് നന്ദു എനിക്ക് ഇത് മേടിച്ചു തന്നതല്ലേ? അയ്യോ അല്ല നവീനേട്ടാ, എൻ്റെ ചേച്ചി രക്ഷിച്ചതിൽ എനിക്ക് നവീനേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. കടപ്പാടും ഒക്കെ സ്നേഹവും ഒക്കെ ഉണ്ട് നവീനേട്ട. അതുകൊണ്ട് എന്തെങ്കിലും നവീനേട്ടൻ തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സായിട്ട് നവീനേട്ടൻ്റെ മുന്നിൽ വന്നത് എന്ന് പറയാം. പക്ഷേ സ്വർണ്ണമൊന്നും മേടിക്കാനായിട്ട് പറ്റിയില്ല. സ്വർണത്തിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സ്വർണം മേടിച്ചു തന്നെയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ അത് ശരി, സ്വർണം മേടിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നായിരുന്നെങ്കിലേ നന്ദുവിൻ്റെ കാരണം അടിച്ച് ഞാൻ പുകച്ചാനായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദു വരുന്നിങ്ങനെ ചിരിക്കുകയാണ്. ഏതായാലും നന്ദു മേടിച്ചുകൊണ്ടുവന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് മേടിക്കുക. പക്ഷേ നമ്മുടെ നവീനാണെങ്കിൽ ഭയങ്കരേറെ സന്തോഷം തോന്നുകയാണ്. കാരണം ആ ഒരു ഡ്രസ്സാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, അതും താൻ സ്നേഹിക്കുന്ന പെണ്ണ്. അപ്പോൾ അതും കൂടി അറിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നവീനേട്ട ഒരുപാട് നന്ദിയുണ്ട് നവീനേട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നന്ദു. പക്ഷേ എനിക്ക് ഡ്രസ്സിൻ്റെ ആവശ്യവും ഇല്ല, നന്ദുവിൻ്റെ സ്നേഹം മാത്രം മതി. നമ്മളൊരാളെ തിരിച്ച് സ്നേഹിക്കുമ്പോൾ അയാളും നമ്മളെ ആത്മാർത്ഥമായിട്ട് തിരിച്ച് സ്നേഹിക്കണം. നമ്മളെ ഹൃദയം തരുമ്പോൾ അയാൾ ഹൃദയം നമുക്ക് തന്നിരിക്കണം. അതാണ് സ്നേഹം. അങ്ങനെയൊക്കെ മതിയടോ, അതൊക്കെയല്ലേ നമുക്ക് മനുഷ്യർക്ക് വേണ്ടത് എന്നൊക്കെ നന്ദുവിനോട് പറയുകയാണ്. ഏതായാലും നവീനയുടെ സൈസൊന്നും എനിക്കറിയില്ല, എന്നാലൊരു ഊഹം വെച്ച് മേടിച്ചതാ, പാകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് കയറി പോവുകയാണ്. നവീനും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ആ ഡ്രസ്സ് ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു കറുപ്പും വെള്ളയും കൂടി കൂടിയ ഡ്രസ്സാണ് അതിൽ കാണുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവീന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എന്നാലും നന്ദു എനിക്ക് ഡ്രസ്സ് മേടിച്ചു തന്നല്ലോ, ഇതിൽ പല സന്തോഷം ഇനി എന്ത് കിട്ടാനുണ്ട്. ഏതായാലും അവളുടെ മനസ്സ് ഞാൻ കീഴടക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അവൾ പറയും നവീനേട്ടന് ഇഷ്ടമാണെന്ന്, അങ്ങനെ ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ നമ്മുടെ നവീൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാം. അങ്ങനെ നവീൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് നവീൻ ആ ഒരു ജുബ്ബയാണ് ഇട്ടിരിക്കുന്നത്, അതായത് നന്ദു കൊടുത്ത ജുബ്ബയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ടുകൊണ്ട് എന്തൊക്കെയും ഇങ്ങനെ നോക്കുക. അപ്പോഴാണ് നവീൻ്റെ അമ്മ ഒരു ഗ്ലാസ് ചായ ആയിട്ട് വരുന്നത്. അപ്പം നവീൻ്റെ ആ ഒരു ഗെറ്റപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതേതാണ് നവീനെ ഈ ഡ്രസ്സ്, ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലോ നീ ഇട്ട് കണ്ടിട്ട്. ഇത് കേട്ട് നമ്മുടെ നവീനാണെങ്കിൽ അപ്പോൾ സത്യമാണല്ലോ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ നല്ല രസമുണ്ട് അല്ലേ? കൊള്ളാം, നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് മോനെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണമെങ്കിൽ പതിയെ നന്ദുവിൻ്റെ പേര് പറഞ്ഞു തുടങ്ങാം. എന്താടാ നീ എന്താ ആലോചിക്കുന്നത്? എനിക്ക് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറയാണ്. ഗിഫ്റ്റ് കിട്ടിയതോ? ആരാ നിനക്കിത് ഗിഫ്റ്റ് തന്നത്? അത് ഒരു പോലീസ് ഓഫീസറാണ്. ആ പോലീസ് ഓഫീസറിൻ്റെ പേര് നന്ദു എന്നാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയ്ക്ക് ആകെ അരിശം വരികയാണ്. നന്ദോ, അവളെന്തിനാ നിനക്ക് ഗിഫ്റ്റ് മേടിച്ചിരുന്നത്? എൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കണം. അയ്യോ അമ്മേ, നന്ദുവിൻ്റെ ചേച്ചിയുടെ ഇതല്ലായിരുന്നോ? അതിന് സന്തോഷം കൊണ്ട് എനിക്ക് മേടിച്ചെന്നാണ്. നന്ദുവിൻ്റെ ചേച്ചിയെ ഞാൻ പെട്ടെന്ന് തന്നെ കേസിൽ നിന്ന് പുറത്താക്കിയില്ലേ, അതിൻ്റെ സന്തോഷത്തിലാണ് നന്ദു എനിക്ക് ഗിഫ്റ്റ് മേടിച്ചെന്നത്. അതിലെന്താണ് അമ്മ ഇത്ര തെറ്റ്? നീ പോയി എങ്ങോട്ടാണ് പോകുന്നത്? നന്ദു ഒരു നല്ല പെണ്ണാണമ്മേ. പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വലിയ ജാടയൊന്നുമില്ല. പിന്നെ ജാടയില്ലെന്നോ? അവളെ ആണുങ്ങളെ തല്ലുന്നവളാണ്.
അപ്പൊ പിന്നെ അവളെയൊന്നും അംഗീകരിക്കാനായിട്ട് പറ്റേയില്ല. അയ്യോ അമ്മേ, ആണുങ്ങൾ അങ്ങനെ വെറുതെ വെറുതെ പിടിച്ചൊന്നും തല്ലേന്നുമില്ല നന്ദു. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ തല്ലും, അത് സ്വാഭാവികമല്ലേ. ഒരു വനിതാ പോലീസല്ലേ, അപ്പൊ അതിൻ്റെതായ രീതിയിൽ കാണിക്കണ്ടേ അമ്മേ. അതുകൊണ്ടാണ് നന്ദു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നന്ദു നല്ലൊരു നാടൻ പെൺകുട്ടി തന്നെയാണ്. ആ ഒരു ഇതല്ലേ എനിക്ക് നന്ദുവിലേക്ക് ഞാൻ കൂടുതൽ എടുത്തത്. എനിക്ക് നന്ദുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇടയുടെ ചെറുക്ക ദേ നീ പോയി പോയി എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് എന്തായാലും എനിക്ക് ആ പെൺകുട്ടിയെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമല്ല. നീ നിന്റെ അച്ഛനെ പോലെ ആവണം, കല്യാണ പന്തൽ വന്നപ്പോൾ എങ്ങനെ നിന്നത് അതേപോലെ തന്നെ ആവണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പെണ്ണും കിട്ടൂല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് ശരി, നിനക്ക് ആര് പറഞ്ഞ് പെണ്ണ് കിട്ടൂലെന്ന്? നിനക്ക് നല്ലൊരു പെണ്ണിനെ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടിയതല്ലേ. ആ കുടുംബത്തിന് എന്തായിരുന്നു കുഴപ്പം? വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ നീ തന്നെ അല്ലേ അത് തട്ടിത്തെറിപ്പിച്ചത് നവീനെ. എന്നിട്ട് ഇപ്പൊ കുറ്റം ഇങ്ങനെയായോ എന്നൊക്കെ പറയാണ്. എൻ്റെ അമ്മേ, എനിക്കിപ്പോൾ തർക്കിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ഞാനും അത് തന്നെയാ പറയുന്നത്. ഏതായാലും നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് നീ ഒന്നും വിചാരിക്കേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും നവീൻ അതൊന്നും കാര്യമാക്കിയില്ല. നവീനാണെങ്കിൽ ഇതിങ്ങനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം നന്ദു തന്ന ഡ്രസ്സ് ഇട്ടിട്ട് അല്ല സെറ്റപ്പ് ആണെന്ന് അമ്മ ഏതായാലും പറഞ്ഞല്ലോ. അപ്പോൾ അവൾ കറക്റ്റായിട്ട് തന്നെയാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. ആ പനിയുടെ അടുത്തേക്ക് ഈ നവീൻ വരിക. നവീൻ വന്ന് അനി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവീൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം അനി ചോദിക്കണം, എന്താടാ നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അതെ, നീ പറഞ്ഞ സത്യം തന്നെയാ, ഞാനേ ഭയങ്കര സന്തോഷത്തിലാ. എടാ നീ ഇത് നോക്കിക്കണ്ടേ, എങ്ങനെയുണ്ട് ഇപ്പം എന്നെ കാണാനായിട്ട്? ഇത് കണ്ട അനിയാണെങ്കിൽ ഭയങ്കര ചിരിയാണ്. നീ എന്താടാ ഒരു ദിവസം കഴിയുന്തോറും ചെറുപ്പമാകാനായിട്ട് ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അപ്പം നിനക്ക് തോന്നി അല്ലേ ഞാൻ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നീ പറയടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ഡ്രസ്സ് എല്ലാ ഡ്രസ്സിൽ ഇടുന്നേക്കാളും സെറ്റപ്പാണ് നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട്. ആണല്ലോ. ഈ ഡ്രസ്സേ എനിക്ക് ആര് തന്നാന്നറിയാവോ? എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാ. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നന്ദു തന്നതാണ് എനിക്ക് ഈ ഡ്രസ്സ്. ഇത് കേട്ടപ്പോൾ തന്നെ ആനിയുടെ മുഖഭാവം അങ്ങോട്ട് മാറി. പക്ഷേ നവീൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവീൻ ഇങ്ങനെ അനിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയാണ്. എന്താടാ നീ ഇതൊന്നും മിണ്ടാത്തത്? നന്ദു നിനക്ക് എന്തിനാണ് ഈ ഗിഫ്റ്റ് തന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് വേറൊന്നുമല്ല, എടാ നിന്റെ ഏട്ടത്തിയെ ഞാൻ രക്ഷിച്ചല്ലേ കേസിൽ നിന്നും. അപ്പം പിന്നെ നന്ദു എനിക്ക് ഗിഫ്റ്റ് തരാതിരിക്കോ? അവിടെ എനിക്കൊരു ഗിഫ്റ്റ് എന്നാണ്. അത് വേറൊന്നും ആയിരിക്കില്ല, നീ സ്വർണ്ണമോതിരം കൊടുത്തില്ലേ അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ സ്വർണ്ണമോതിരം കൊടുത്തുകൊണ്ടോ? അതൊന്നും അല്ല. അവളെന്നോട് കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു, നവീനേട്ടനോട് എനിക്ക് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയെ രക്ഷിച്ചല്ലേ, ഞങ്ങൾ ഏത് കാര്യത്തിനും നവീനേട്ടൻ കൂടെ നിൽക്കുന്നില്ലേ, അതുകൊണ്ടാണ് നവീനേട്ടൻ ഞാൻ ഈ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെയാ എന്നോട് നന്ദു പറഞ്ഞത്. അവളെനിക്ക് ഈ ഗിഫ്റ്റ് തന്നപ്പോഴേ എൻ്റെ മനസ്സങ്ങോട്ട് വല്ലാതെ നിറഞ്ഞു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ കാലി വന്നിട്ടൊരു രക്ഷയില്ല. എടാ നീ പോകുന്നതേ വേറെ റോഡിലേക്കാണ്. എടാ നന്ദു, നീ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല. എനിക്കറിയാടാ ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല എന്ന്. ഞാൻ അവളെക്കുറിച്ചുള്ള നല്ല ധാരണ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ അവളിലേക്ക് ഞാൻ എടുത്തത്. ഇനി പതിയെ ഞാൻ ഏതായാലും അവളുടെ മനസ്സ് കീഴടക്കും. എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറയും. അതിനു വേണ്ടിയുള്ള തന്ത്രപ്പാടാടാ ഞാൻ ചെയ്യുന്നത്. ഒന്ന് പോടാപ്പനെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ചു നന്ദുവിൻ്റെ മനസ്സൊന്നും മാറാനായിട്ട് പോകുന്നില്ല. നീ കണ്ടോ, നന്ദുവിൻ്റെ മനസ്സ് മാറും. എനിക്ക് ഏതായാലും നന്ദു ഈ ഗിഫ്റ്റൊക്കെ മേടിച്ചു തന്നല്ലേ, അതുകൊണ്ട് വാ നമുക്കൊരിടം വരെ പോകാം. ഞാനെങ്ങോട്ട് വരാനായിട്ട്? ഞാൻ കേസൊക്കെ ജയിച്ച് നന്ദു എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അതുകൊണ്ട് നിനക്ക് ഞാനൊരു ട്രീറ്റ് തരാമെന്ന് വിചാരിച്ചു. തുടങ്ങിയപ്പോഴേക്കും നീ ഒന്ന് പൊയ്ക്കണ്ടേ, നിന്റെ കുട്ടിക്കളിയായിട്ട് അവിടെ ഇരുന്നോ, എനിക്കേ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാം, നീ നിന്റെ പാട് നോക്കി പോടാ എന്നും പറയുകയാണ് നമ്മുടെ അനി. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അനി വണ്ടി കയറി പോവാണ്. നവീനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അപ്പം നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെക്കാലം മുമ്പ് നീ നന്ദുവിൻ്റെ മനസ്സ് കീഴടക്കാനായിട്ട് ശ്രമിച്ചാണ്, പക്ഷേ അത് നടന്നില്ല. അതിൻ്റെ ദേഷ്യമാണ് നിനക്കെന്ന് എനിക്ക് മനസ്സിലായടാ. പക്ഷേ നന്ദുവിൻ്റെ മനസ്സ് ഞാൻ കീഴടക്കി കഴിഞ്ഞു. ഇനി അവളോട് എൻ്റെ ഇഷ്ടം മാത്രം തുറന്നു പറഞ്ഞാൽ മതി
എന്നൊക്കെ ഇങ്ങനെ നവീൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ അടുത്തേക്ക് നേരെ അനി വരിക. അപ്പം അനി വന്നിട്ട് അനി ചോദിക്കുകയാണ്, എന്താ നന്ദു ഭയങ്കര സന്തോഷത്തിലൊക്കെ ആണല്ലോ. അല്ല, നീ നവീനേട്ടന് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു എന്നറിഞ്ഞല്ലോ. അതെ, ഒരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചു കൊടുത്തു. അത് ശരി, അപ്പോൾ നീ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തല്ലേ? അതെ, ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേ? കാരണം നയനേച്ചിയെ ഒരു ദിവസം പോലും ജയിലിനുള്ളിൽ കിടത്താതെ നവീനേട്ടൻ രക്ഷിച്ചതാ. ആ ഒരു കടപ്പാടും സ്നേഹമൊക്കെ ഞാൻ കാണിക്കണ്ടേ? എന്താ ഞാൻ അങ്ങനെ ചെയ്തതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നവീന് ഡ്രസ്സ് എടുത്തപ്പോൾ എനിക്കും കൂടി ഒരു ഡ്രസ്സ് എടുക്കുന്ന കാര്യം നീ ഒന്ന് ആലോചിക്കായിരുന്നു. ദേ നിന്റെ കാരണത്തൊന്ന് തന്നാലുണ്ടല്ലോ. എടാ ദേ നിനക്ക് നോക്കിയിട്ടാണ് ഞാൻ നവീനേട്ടന് ഡ്രസ്സ് നോക്കിയത്. പറഞ്ഞ മനസ്സിലായോ? നിനക്ക് ഡ്രസ്സ് എടുത്തതിന് ശേഷമാണ് ഞാൻ നവീനേട്ടൻ ഡ്രസ്സ് എടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 പാക്കറ്റ് എടുക്കുകയാണ്. 2 കവർ എടുക്കുക. 2 കവർ എടുത്തത് ദേ നിനക്ക് ഞാൻ 2 ജോഡിയാണ് ഡ്രസ്സ് മേടിച്ചിരിക്കുന്നത്. ഇത് കണ്ട ആനിയുടെ മനസ്സ് അങ്ങനെ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ ആർമാദിക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ? എടാ നീ എന്നെ ആലോചിക്കാത്ത ദിവസങ്ങളിൽ പോലും ഞാൻ നിന്നെ ആലോചിക്കാറുണ്ടാ. ഒരു ദിവസം പോലും നിന്നെ ആലോചിക്കാത്ത നിമിഷമില്ല. അപ്പം പിന്നെ ഞാൻ നിനക്ക് ഡ്രസ്സ് എടുക്കാതിരിക്കോ? നിനക്ക് ഭയങ്കര സ്വാർത്ഥതയാണല്ലേ എടി. അത് പിന്നെ എടി ഈ പ്രണയിക്കുന്നതിൻ്റെ ആ ഒരു കേടാടിയത്. പ്രണയിക്കുന്നവർക്ക് ഭയങ്കര സ്വാർത്ഥത കൂടുതലാ. അതും വേറൊരാൾക്ക് നീ ഒരു ഡ്രസ്സ് മേടിച്ചത് കൊടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കൊരു ഇതൊക്കെ തോന്നി. പിന്നെ നവീനെ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടേ. അങ്ങനെ പറ. നമ്മുടെ കുടുംബത്തിൽ ഇപ്പം 2 പ്രശ്നങ്ങളല്ലേ നവീനേട്ടൻ തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് നവീനേട്ടനോട് എത്ര കടപ്പാടുണ്ടെങ്കിലും നമുക്ക് തീരൂല. എത്ര കടപ്പാടാണെങ്കിലും നമുക്ക് തീരത്തേയില്ല അനി. അതുകൊണ്ട് നവീനേട്ടനെ സ്നേഹിക്കുക, അത്രയേ ഉള്ളൂ. അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫീസ് പോലും നവീനേട്ടൻ മേടിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ലേ ചെയ്തിരിക്കുന്നത്. ശരി ആയിക്കോട്ടെ. എന്താടാ നീ ഇടയ്ക്കിടക്കൊക്കെ നവീനേട്ടനും എന്നെയുമായിട്ടുള്ള സംശയം നിനക്ക് കൂടുന്നുണ്ട്. എന്താ നിനക്ക് വല്ല തെറ്റായ സംശയങ്ങൾ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു തെറ്റായ സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ ഇങ്ങനെ വേറൊരാളോട് കൂടുതൽ അടുക്കുകയും സംസാരിക്കുകയൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു കോംപ്ലക്സ്, അത്രേ മാത്രമേ ഉള്ളൂ. ഏതായാലും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേര്. അതെ നന്ദു, ഞാൻ നിനക്കിപ്പോൾ ഒരു ഉമ്മ തരട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ദേ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കണ്ടേ, പോകാൻ നോക്ക്. ഒരു കിന്നാര വർത്തമാനം കൊണ്ട് വന്നിരിക്കുന്നു. അല്ല അങ്ങനെയാണെങ്കിലേ വനിതാ പോലീസിനെ പബ്ലിക്കായിട്ട് കിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് അറസ്റ്റ് ചെയ്താ, എന്നിട്ട് എന്നെ ലോക്കപ്പിൽ കൊണ്ട് അടക്കുകയും ചെയ്യാം. എൻ്റെ പൊന്നെ വേണ്ടായേ. ഇനി ലോക്കപ്പിൽ അത്രയും ദിവസം നിന്നെ ഞാൻ സഹിക്കണം. അത് വേണ്ട, നീ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദുവും അനിയും കൂടി സംസാരിക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഏഞ്ചുലറിൽ അവനിങ്ങനെ ഒരു ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം വേറൊരു ലക്ഷ്യം തന്നെയാണ്. അവന് മനഃപൂർവ്വമായിട്ട് ജോലി കൊടുത്തതല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇതിന് പിന്നിൽ. അത് ആദർശിനും നന്നായിട്ട് തന്നെ അറിയാം എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ നവ്യ ഇറങ്ങി വരുന്നത്. അപ്പോൾ നവ്യ ഇവരോട് രണ്ടുപേരോട് പറയുകയാണ്, എന്നാൽ ഈ കുടുംബത്തിൽ ഒരു നല്ല ചടങ്ങുകൾ നടക്കാനായിട്ട് പോകുന്ന ആ നിമിഷത്തിൽ ചില പൂജകളെല്ലാം നടത്താറുണ്ട്. പക്ഷേ ഇവിടെ നല്ലൊരു ഇതാണ് നടക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് പോലും നിങ്ങളാരും ഒരു പൂജയെക്കുറിച്ച് പോലും ചിന്തിച്ചില്ല. ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അല്ല ഇവിടെ എന്താണാവോ നല്ല കാര്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ അഭി ഏഞ്ചുലറിൽ മാനേജറായിട്ട് പോകാനായിട്ട് ഇന്നാണല്ലേ പോകാൻ പോകുന്നത്. അതെ മുത്തശ്ശ, ഇന്നാ പോകാൻ പോകുന്നത്. അതിൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ നടത്താനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുക. പക്ഷേ മുത്തശ്ശിയും അങ്ങോട്ട് വന്നില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വരാൻ താല്പര്യമില്ല നവ്യ. അതെന്താ മുത്തശ്ശ വരാൻ താല്പര്യമില്ലാത്തത്? എനിക്ക് മനസ്സിലായി മുത്തശ്ശ. എൻ്റെ അമ്മയും മുത്തശ്ശനൊക്കെ ഒരു കണക്ക് തന്നെയാ. എന്നെ ഇപ്പം എൻ്റെ അമ്മ തള്ളിക്കളഞ്ഞിരിക്കുകയാണല്ലോ. മുത്തശ്ശൻ തള്ളിക്കളഞ്ഞെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അഭി ഈ കുടുംബത്തിൽ അംഗമൊന്നും അല്ലല്ലോ. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെയല്ല. സ്വന്തം മകളാണ് ഞാൻ എന്നാണ് പറച്ചില്. പക്ഷെ എനിക്കതിലൊരു സംശയമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നവ്യ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ പൂജയ്ക്ക് കൂടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇവൾക്ക് കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടിക്കോട്ടെ. അങ്ങനെ മുത്തശ്ശിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയോട് ഞാനും പറയുന്നില്ല. ഞാൻ എന്തിനാ ചടങ്ങിനെ കൂടുന്നത്? ഇദ്ദേഹം കൂടാത്ത ഒരു സ്ഥലത്തേക്ക് ഞാനും വരൂല എന്ന് പറയുമ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുകയാണ്, അല്ല നയനയുടെ 3-ാം മാസത്തെ ചടങ്ങിന്
മുത്തശ്ശി പോയായിരുന്നല്ലോ, അന്നേരം അവിടെ മുത്തശ്ശൻ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ അത് പിന്നെ എൻ്റെ നയന മോളല്ലേ, അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളല്ലോ. അതേപോലെയാണോ അഭി? അവൻ തട്ടിപ്പായിട്ട് നടക്കുന്നവനാ, ഒരു യോഗ്യതയില്ലാത്തവനാണ് ഇപ്പം ജോലി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയില്ല. മനസ്സിലായി മുത്തശ്ശി, നിങ്ങൾ രണ്ടുപേരുടെ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലായി. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ നേരെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ അവന്തിക ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്തിക എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അവന്തിക അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അവന്തിക, ഇവിടെ ഞാൻ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിളിച്ചായിരുന്നു. ഒരു പൂജയുണ്ട്, അബിക്ക് മാനേജറായിട്ട് ജോലി കിട്ടുകയാണ്, ജ്വല്ലറിയിൽ ജോലി കിട്ടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവർക്ക് വരാനായിട്ട് തയ്യാറായില്ല. പക്ഷേ അവർ മാറി നിൽക്കുകയാണ്. അതേപോലെയാണോ നീ അവന്തിക? നീ അവൻ്റെ കൂടപ്പിറപ്പല്ലേ, അപ്പം നീ ഈ ഇതിൽ പങ്കെടുക്കണ്ടേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തികയാണ്, ഞാൻ എന്തിനാ പങ്കെടുക്കുന്നത്? അങ്ങനെ പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പൂജയാണെങ്കിലേ അതെ ഏട്ടത്തി അങ്ങോട്ട് നടത്തിക്കോ, ഏട്ടത്തിക്ക് നടത്താനാണല്ലോ താല്പര്യം. എനിക്കിതിൽ യാതൊരു പങ്കുമില്ലെന്ന് പറയണം. കൊള്ളാം, നല്ല കൂടപ്പിറപ്പ്. നിന്നെ വിളിച്ച് എന്നെ വേണം തല്ലാനായിട്ട്. നീ ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ. അബിക്ക് വേണ്ടി എപ്പോഴെങ്കിലും നീ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് അബിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നീ കണ്ടോ അവന്തിക, ജ്വല്ലറി ഇതേ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൂർത്തീസ് കമ്പനി ഇനി പൊടി പോലും കാണില്ല. മൂർത്തീസ് കമ്പനിയെ തകർത്തുകൊണ്ട് തന്നെയാണ് ജ്വല്ലറി മുന്നിട്ട് പോകുന്നത്. ഇത് കേട്ട അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷെ എന്നാലും അവന്തിക അവിടെ ഒന്നും കാണിക്കാതെ, അതിനിപ്പം ഞാൻ എന്ത് വേണം? എനിക്കതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. മൂർത്തീസ് കമ്പനിയുടെ ശത്രുവായ ജ്വല്ലറിയെ സ്നേഹിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് അവന്തിക പറയുമ്പോൾ, ചെയ്യോടി, പക്ഷേ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും ഇനി മൂർത്തീസ് കമ്പനി എന്നേക്കുമായി വട്ട പൂജ്യത്തിലേക്ക് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവന്തിക്ക് ഇങ്ങനെ മനസ്സിന്തിക്കണം, അതെ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ജ്വല്ലറി മുകളിലേക്ക് തന്നെ പോകണം, മൂർത്തീസ് കമ്പനി വട്ട പൂജ്യത്തിലെത്തണം. ഇത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.